മാർച്ച് മാസം 12-ാം തീയതി ക്രിസ്തുവർഷം 2025 പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സന്ദേശം കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവചന വായന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവാൽത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ച് കൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. മഹത്വമുള്ള സ്വർഗീയ പിതാവേ, അനാദിയായും ശാശ്വതമായും ദൈവമായ അവിടത്തേക്ക്, സൃഷ്ടാവും പരിപാലകനുമായ അവിടത്തേക്ക് ബഹുമാനവും നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. ദൈവപുത്രനും പരിഹാരകനും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം കൃപയുടെ സിംഹാസനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കൃപയിലും സ്വസ്ഥതയിലും നിലനിർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ജീവനും ചൈതന്യമുള്ള ദൈവവചന പഠനം വിശ്വാസമായി പരിണമിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പലാരിവട്ടം ബൈബിൾ ചർച്ച് പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, സുവിശേഷം പ്രസംഗിക്കുക. മഹത്വമുള്ള രക്ഷകനും മതിയായ രക്ഷയും, ഇതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നമ്മുടെ ആത്മരക്ഷയ്ക്കായി, പാപപരിഹാരത്തിനായി ഒരുവൻ അതിന് യോഗ്യനായി, അത് അവൻ പൂർത്തിയാക്കി. അതാണ് സുവിശേഷം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇങ്ങനെ ഈ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്തം. മൂന്നാമതായിട്ട് സുവിശേഷവും ഉപദേശവും ഓർമ്മിപ്പിക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ശുശ്രൂഷകൾ. ഈ ശുശ്രൂഷയിൽ ഈ വർഷം പഠിച്ച ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം നമ്മൾ ആരംഭിച്ചത് 90-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ നിന്നാണ്. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ ദൈവമാണ് നമ്മളുടെ സൃഷ്ടാവ്. നാം സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയായി നാം ഈ ദൈവത്തോട് പാപം ചെയ്തു. അതാണ് നമ്മളുടെ വിഷയം. അതിന് ദൈവം തന്നെ ഒരു പരിഹാരമുണ്ടാക്കി. അത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആകുന്നു എന്നുള്ളതാണ്
ഈ പ്രസംഗത്തിൻ്റെ വിഷയം. ഇവിടെയാണ് നമ്മൾ ആരംഭിച്ചത് ഈ വർഷം. അത് ഞങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം ഓർത്തതുപോലെ ദൈവം സൃഷ്ടാവാകുന്നു. മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ചും മറ്റുള്ള ഐഡിയോളജീസ്, തത്വശാസ്ത്രങ്ങളും നമ്മുടെ ഫിലോസഫീസും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തീയത്വത്തിൻ്റെ ഏറ്റവും പരമമായ വ്യത്യാസം നാം സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവം സൃഷ്ടാവാണ്. നമ്മൾ വായിച്ചതുപോലെ എബ്രായർ 4 അധ്യായത്തിൽ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ സകലവും അറിയാകുന്ന ഈ ദൈവമായിട്ടാണ് മനുഷ്യന് സൃഷ്ടാവിനോട് സൃഷ്ടിക്കുള്ള ഉത്തരവാദിത്വം. അവനോടാണ് നമുക്ക് ടു ഡു വിത്ത് ഹിം, അവനോടാണ് നമുക്ക് കാര്യമുള്ളത്. ഈ ദൈവം കരുണാമയനും കൃപാലുവും സ്നേഹവുമാനുമാകുന്നു. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ 90-ാം സങ്കീർത്തനം ആരംഭിച്ചത്. പിന്നെ നമ്മൾ ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം സംസാരിച്ചു. നാലാമതായിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവമാണ്. ഇറ്റ്സ് എ ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവമാണ്. ഈ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടാം, കൂട്ടായ്മയാകാം, അവനോട് പ്രാർത്ഥിക്കാം. അവനോട് സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിൻ്റെ മാധുര്യം വരുന്നത് ദൈവവചനം നമുക്ക് നന്നായിട്ട് അറിയുമ്പോഴാണ്. ദൈവവചനത്തിലൂടെ ദൈവത്തെ അറിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന അതിൻ്റെ ഗാംഭീര്യവും മഹത്വവും അതിൻ്റെ ആശ്വാസവും അതിൻ്റെ ഉറപ്പും അതിലെ നന്മകൾ നമ്മൾ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അത് അമിതമായി വലുതാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പല മതങ്ങളിലും ഈ ദൈവയുടെ യാതൊരു ബന്ധവുമില്ല. ദൈവം നമ്മൾ ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു, യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതം. ചിലർക്ക് ദൈവമേ ഇല്ല, ചിലർക്ക് ദൈവം ഉണ്ടെങ്കിലും അവന് വേറെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യരുടെ യാതൊരു ബന്ധവുമില്ലാത്ത ദൈവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ ദൈവം സംസാരിക്കുന്നു, നമുക്ക് അവനോട് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തത് ഹന്നയുടെ പ്രാർത്ഥനയായിരുന്നു. മച്ചിയായിരുന്ന, കുട്ടികളെ പ്രസവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലായിരുന്ന ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. മരിച്ച ഗർഭപാത്രത്തെ അവൻ ജീവിപ്പിക്കുകയും അവന് ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു. ഒരു പുരുഷ പ്രജയെ കൊടുത്തു അവന്. അതാണ് ശാമുവേൽ, വലിയ പ്രവാചകനായ ശാമുവേൽ തീർച്ചയായിട്ടും അവൻ ഒരു ന്യായാധിപൻ കൂടിയായിരുന്നു. അപ്പം അങ്ങനെ വലിയ ദൈവിക സദസ്സിൽ വലിയ മാന്യനായ ഒരു വ്യക്തിയാണ് ഹന്നയുടെ പ്രാർത്ഥന മുഖാന്തരം അവൾക്ക് ലഭിച്ചത്. 1 ശമൂവേൽ 2:2 ഹന്നയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥന ലഭിച്ചതിന് ശേഷമുള്ള അവളുടെ പ്രാർത്ഥനയും അത് ഗാംഭീര്യമുള്ളതും അത് സുപ്രധാനവുമാണ്. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയവുമില്ല. ഇതാണ് ഹന്നയുടെ ദൈവം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പരിഗണിച്ചത്, ദൈവം മനുഷ്യനുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ദൈവം എബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ കൊടുത്തു, എബ്രാഹുമായിട്ട് ഉടമ്പടി ചെയ്തു. ദാവീദ് രാജാവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു. ഇതുപോലെ ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്ത വേറെ ഒരു സിദ്ധാന്തമില്ല, ഒരു യാഥാർത്ഥ്യമില്ല. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനോട്, പാപിയായ മനുഷ്യനോട് വാഗ്ദാനങ്ങൾ നൽകി ഉടമ്പടി ചെയ്ത് അത് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഗാംഭീര്യമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളും മഹാത്മ്യവുമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ദാവീദ് ആയിട്ട് ഉടമ്പടി ചെയ്തു. ദാനിയേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ദാനിയേലിൻ്റെ തീരുമാനം മരണത്തിൻ്റെ മുമ്പിൽ, തീച്ചൂളയുടെ മുമ്പിൽ ദാനിയേൽ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു,
ഞങ്ങളെ ഈ തീ പൊയ്കയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും. അവനത് ചെയ്തില്ല എങ്കിലും നിൻ്റെ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. വലിയൊരു തീരുമാനമാണ്. ഇതാണ് മനം മാറ്റം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ദൈവത്തെ വ്യക്തമായിട്ട് അറിയാകുന്ന ദാനിയേലിന് അതുപോലെ നാം ഈ ദൈവമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് അറിയണം. നമ്മളവനെ കാക്കാൻ, പരിപാലിക്കാൻ, അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് അത് ഒരു ക്രിസ്തീയ ഉറപ്പ് ആണ്. തുടർന്ന് നാം ഈ വർഷം പരാമർശിച്ച ഒരു പ്രധാന വിഷയം ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ്. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ 66 പുസ്തകങ്ങളടങ്ങുന്നു. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലെല്ലാം എഴുതപ്പെട്ട ഈ മൂലഗ്രന്ഥങ്ങളുടെ പരിഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ദൈവവചനം അതിന് 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പമായി പഠിച്ചത്. 2 തിമോത്തിയോസ് 3:16-17. ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്ത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അവിടെയാണ് അതിൻ്റെ അധികാരം ഇരിക്കുന്നത്. അത് ഞാൻ പറയുന്നത് കൊണ്ടോ വേറെ ആരെങ്കിലും പറയുന്നത് കൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ ശ്വാസമുള്ള ദൈവശ്വാസീയമായ ദൈവവചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ, സുവിശേഷം പഠിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പാപക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് അതിൻ്റെ പിന്നിലുള്ള അധികാരവും അതിൻ്റെ ശക്തിയും ദൈവശ്വാസീയമായതിനാൽ മാത്രമാണ്. അതുപോലെ തന്നെ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. ഒരു പ്രവചനവും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് എൻ്റെ ഇഷ്ടത്താലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകത്തില്ല. എന്നാൽ അതിന് ഉത്തരവാദിത്വവുമില്ല. കേൾവിക്കാർക്ക് ഉത്തരവാദിത്വമില്ല, എനിക്കും ഉത്തരവാദിത്വമില്ല. എന്നാൽ ഇത് ദൈവശ്വാസീയമായ പരിശുദ്ധാത്മ പ്രേരിതമായ ദൈവവചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവശക്തിയുണ്ട്. അത് ജീവനും ചൈതന്യമുള്ളതാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ, അത് നമ്മൾ വായിച്ചതുപോലെ, അത് ഇരുവാൽ തലയുള്ള ഏത് വാണകളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമതിനെയും വേർതിരിക്കും വരെ തുളിച്ചെല്ലുന്നതുമായ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത്ര ശക്തമായ ഒരു കാര്യമാണ് ഈ ദൈവവചനം. അതുകൊണ്ടായിരിക്കാം പലരും ഇത് വായിക്കാത്തത്. കാരണം നമ്മളെ പാപിയാണെന്നും നമുക്ക് രക്ഷകൻ ആവശ്യമാണെന്നും നമ്മൾ മോശക്കാരാണോ എന്നും എല്ലാം പറയുന്ന ഒരു പുസ്തകമാണ് ദൈവവചനം. കാരണം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധ എല്ലാം അറിയാവുന്ന ദൈവം, നമ്മുടെ ചിന്തകളും ചിന്തനങ്ങളും നമ്മുടെ ആകത്തുക അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അപ്പോൾ അവനൊന്നും മറയ്ക്കാനില്ല. അവനുമായിട്ട് നമുക്ക് ബന്ധമുള്ളത്. ആ ബന്ധം പാപത്താൽ വിച്ഛേദിക്കപ്പെട്ടു. അത് തൻ്റെ പരിശുദ്ധനായ പുത്രൻ വഴി, അവൻ്റെ മനുഷ്യാവതാരം വഴി നമുക്ക് രക്ഷ സാധ്യമാക്കി. ദൈവമായിട്ട് നിരമ്യപ്പെട്ട്, ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധി കടന്നു ചെല്ലാനുള്ള ഒരു മാർഗം ദൈവം തൻ്റെ പുത്രനിൽ ഒരുക്കിയിരിക്കുകയാണ്. അത് നമുക്ക് സ്വീകാര്യമാകണമെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വിശ്വസിക്കണം. ഇതെല്ലാം വിശ്വാസമായി പരിണമിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് അല്പം പഠിച്ചു വരികയാണ്. എബ്രായ ലേഖനം ഞാനത് പഠിക്കും തോറും ദൈവമഹത്വം, പുത്രൻ്റെ മഹത്വം, പുത്രൻ ചെയ്ത വലിയ മഹാരക്ഷ, അവൻ പാപപരിഹാരകൻ, അവൻ മതിയായവനാണ് എന്നുള്ള ഉപദേശങ്ങൾ അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പുതിയ വെളിപ്പാടുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ആശ്ചര്യകരമായ വിധത്തിൽ, അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, നമുക്ക് ലക്ഷ്യബോധമുണ്ടാക്കുന്ന, നിത്യതയെക്കുറിച്ച് ഉറപ്പുണ്ടാക്കുന്ന, അതുമാത്രമല്ല കൃപാസനത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമെന്നൊക്കെ വണ്ണം നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വരുന്നത്. നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ, 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ഒരു മുഖവര എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുഖവരയുടെ തിരുവചന പ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ ദൈവം പണ്ട് പ്രവാചകന്മാർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുത്രൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുത്രൻ ചെയ്ത പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഒരു വിവരണമാണ് ഈ എബ്രായ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കണം, നിങ്ങൾ ഒഴുകി പോകരുത്, നിങ്ങൾ സ്വസ്ഥതയിലേക്ക് കടക്കണം, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണം, പ്രശ്നങ്ങൾ വരുമ്പോൾ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ ഉപദേശങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളും നൽകുന്ന അത്ഭുതകരമായ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നിങ്ങളത് വായിച്ചാലും അത് പഠിച്ചാലും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ എബ്രായ ലേഖനത്തിൻ്റെ മുഖവരയിൽ പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം സംസാരിച്ചു. പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട്, അത് പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നതാണ്. രണ്ടാമതായിട്ട് രണ്ടാം വാക്യത്തിൽ പുതിയ നിയമത്തിൽ ഇൻ ദി ലാസ്റ്റ് ഡേ, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു എന്നുള്ളത്. മൂന്നാമതായിട്ട് പുത്രൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു പാപ പരിഹാരം ഉണ്ടാക്കി. സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമുണ്ടാക്കിയ വ്യക്തിയാണ് യേശു ക്രിസ്തു. സകല മനുഷ്യരുടെയും, എൻ്റെയും നിങ്ങളുടെയും, ആദാം മുതൽ അവസാനത്തെ വ്യക്തി വരെ, ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്തിലെ എപ്പോൾ ജനിക്കുന്നു ആ ജനിക്കുന്ന ആ വ്യക്തിയുടെ കൂടി പാപങ്ങളെ പരിഗണിച്ചത് മൊത്തത്തിൽ അതിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. ഈ പാപപരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഈ സാറ്റ് ഡൗൺ, അവൻ്റെ രക്ഷണ്യ വേല പൂർത്തിയാക്കി ഇന്ന് ദൈവസന്നിധിയിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സിംഹാസനത്തിൽ ഇന്ന് അവൻ ഇരിപ്പിടം സ്വീകരിച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ്. ജീവനുള്ള പുനരുദ്ധാനം ചെയ്ത ശരീരമുള്ള കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അഞ്ചാമതായിട്ട് ഇതിൽ പറയുന്നത്, ഈ യേശു ക്രിസ്തു ദൈവ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി. കാരണം അവൻ്റെ മനുഷ്യാവതാരത്തിൽ പുത്രൻ, ദൈവമായിരിക്കുന്ന പുത്രൻ മനുഷ്യത്വം സ്വീകരിച്ച് പാപപരിഹാര ബലി നടത്തിയപ്പോൾ അവന് കുറേ താഴ്ചകളും വീഴ്ചകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ജയിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൻ മതിയായ പരിഹാരകൻ മാത്രമല്ല, അവൻ യേശു ക്രിസ്തു, അവൻ ഈ പ്രപഞ്ച സൃഷ്ടികളിലേക്കും ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അവൻ മനുഷ്യനെ സ്വീകരിക്കേണ്ടി വന്നു. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേട്ട ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ വിശ്വാസമായി പരിണമിക്കണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ, ഉപദേശത്തിൻ്റെ, സുവിശേഷീകരണത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് ദൈവവചനമായി, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളായി, നമ്മുടെ സൃഷ്ടാവ് ചെയ്ത കാര്യങ്ങളായി, തൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളായി നമ്മൾ വിശ്വസിച്ച് അത് വിശ്വാസമായി പരിണമിച്ച് അത് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കണം. ഇന്ന് എത്രയോ കഷ്ടപ്പാടുകളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധം നമ്മൾ ഓർപ്പിക്കുകയാണ്. അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല. യോശുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം പിടിച്ചടക്കി, എങ്കിലും അവർക്ക് സ്വസ്ഥത ലഭിച്ചില്ല. തുടർന്നുള്ള ചരിത്രം നമുക്കറിയാം. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം, അതിനുശേഷം രാജാക്കന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ വളരെ ശോചനീയമായ ജീവിതങ്ങൾ, അതിനുശേഷം പ്രവാസത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുക എന്നുള്ളത്
ദൈവം നമ്മളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ഇന്ന് നമുക്കില്ലാത്തതും അത് തന്നെയാണ്. എവിടെ നോക്കിയാലും അസ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ്. എന്നാൽ ഈ യേശു ക്രിസ്തു തൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവൻ്റെ പാപ പരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിച്ച് അവനെക്കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അത് വിശ്വാസമായി പരിണമിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത്. അതുമാത്രമല്ല, നമ്മളിന്ന് വായിച്ച വേദഭാഗം അത് വായിക്കാനുള്ള കാരണം ഇതാണ്. കാരണം നമ്മൾ 1-ാം അധ്യായത്തിന് 1 മുതൽ 5-4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് അതിൻ്റെ മുഖവരയാണ്. ഈ മുഖവരയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവരണമാണ് പിന്നുള്ള അധ്യായങ്ങളിൽ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് ഒരു സെക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവിധ തലത്തിലുള്ള മഹത്വം, അവൻ പാപപരിഹാരം ചെയ്തതിൻ്റെ ആ മതിയായ്മ, അത് മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒരു സംക്ഷേപമാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അവൻ നമ്മളെ സഹായിക്കാൻ മതിയായ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അപ്പോൾ മുഖവരയും അതിൻ്റെ കൺക്ലൂഷനും 4-16 വരെ നമ്മൾ വായിച്ച് അതിനിടയിലുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ മുഖവരയിൽ പറഞ്ഞ കാര്യങ്ങളെ വിവിധ ദൈവവചനങ്ങൾ എടുത്ത് ദൈവം കർത്താവായി ചെയ്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അതുകൊണ്ട് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണം. എത്രയോ അനുഗ്രഹീതമായ ഒരു വിളിയാണത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും പാപപരിഹാരത്തിൻ്റെ മതിയായ്മയും അതിൻ്റെ സഫിഷ്യൻസി, സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദി സഫിഷ്യൻസി ഓഫ് ഹിസ് ക്രോസ്, ഈ കർത്താവ് യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ പാപപരിഹാര ബലിയുടെ മതി എന്നുള്ള ആ ആശയം, കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനും മനുഷ്യാവതാരം നടത്തിയ പൂർണ്ണ മനുഷ്യനുമായി ഒരു വ്യക്തി, അവൻ ചെയ്ത കാര്യങ്ങളെ നമ്മൾ പഠിച്ച് അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മതിയായ ഒരു വ്യക്തിയുണ്ട്. കാരണം അവൻ ഇതിലെല്ലാം കൂടെ കടന്നുപോയ വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അതാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയം സഹായിപ്പാനും കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനം ചെല്ലുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണ് എന്ന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 4-15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മുടെ സഹതാപങ്ങളിൽ നമ്മൾ കരുണ കാണിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് തന്നെയാണ് പറയുന്നത്. ഈസ് ഏബിൾ. എന്നിട്ട് പറയുകയാണ്, പാപമൊഴികെ സകലത്തിലും സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ വരാനുള്ള പ്രയാസങ്ങളൊക്കെ കടന്നുപോയി, എന്നാൽ പാപം ഇല്ലാതെ. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം. ടെംപ്റ്റഡ് ബട്ട് വിത്തൗട്ട് സിൻ, പരീക്ഷിക്കപ്പെട്ടു പക്ഷേ പാപം ചെയ്തില്ല. നമുക്കറിയാം, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു, പാപം ചെയ്തില്ല. അവൻ പാപരഹിതൻ മാത്രമല്ല, പാപം ചെയ്യാത്ത വ്യക്തിയായിരുന്നു. പരീക്ഷിക്കപ്പെട്ടു, പരീക്ഷയിലാകപ്പെട്ടില്ല. അങ്ങനെയുള്ള മഹാപുരോഹിതനാണ്, അങ്ങനെയുള്ള വ്യക്തിയാണ് നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊരു ആശ്വാസമാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബലഹീനതയിൽ അകപ്പെടുമ്പോൾ, സഹതാപം, നമുക്ക് ദുഃഖവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കടന്നു ചെല്ലുവാൻ ഒരു വ്യക്തിയുണ്ട്,
ഒരു സിംഹാസനമുണ്ട്, അവിടെ കൃപയാലുമായ ഒരു പിതാവായ ദൈവമുണ്ട്. അല്ലെങ്കിൽ കടന്നില്ല. എത്രയോ മഹത്തമായ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ കേൾക്കുന്നത്. മഹത്തായ സുവിശേഷമാണ് ഇത്. ശരിക്കും നമ്മുടെ ചെവികളിൽ, നമ്മുടെ ഹൃദയത്തിൽ കടന്നു ചെയ്യുന്ന വിശ്വാസം പരിണമിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകും. അപ്പോൾ അങ്ങനെ എബ്രായ ലേഖനം മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ദൈവം സൃഷ്ടാവാണ്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഉടമ്പടി ചെയ്ത വാഗ്ദാനം നൽകുന്ന ദൈവമാണ്. ഈ ദൈവമായിട്ട് നമുക്ക് രമ്യത ആവശ്യമാണ്, ബന്ധം ആവശ്യമാണ്, കൂട്ടായ്മ. അതിനുവേണ്ടി തൻ്റെ പുത്രനെ അയച്ചു. പുത്രന് പാപപരിഹാരം നടത്തി അവ മുഖാന്തരം നമുക്ക് കൃപാസനത്തിലേക്ക്, കൃപയുടെ സിംഹാസനത്തിലേക്ക്, സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിൻ്റെ വലത്ത് ഭാഗത്തുള്ള പുത്രൻ വഴി നമുക്ക് പിതാവിനെ സമീപിക്കാനും കൃപ ലഭിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിത് കേട്ടതിന് നന്ദി. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനാണ് നന്ദി പറയുന്നു. ഇത് വിശ്വാസമായി പരിണമിക്കാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ, മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കാൻ തക്കവണ്ണം അടിയനെയും കേൾവിക്കാരെയും അവിടെ നിന്ന് സഹായിക്കണം. അതിന് നിലനിൽക്കുവാൻ, സുസ്ഥിരമായിട്ട് സ്വസ്ഥതയിൽ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് അവിടത്തേക്ക് കടന്നു വരുവാനും കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ഞങ്ങൾ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.